പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. യേശുക്രിസ്തുവിന്റെ കൃപ ഇന്ന് മുഴുവനും നിങ്ങളെ താങ്ങി നടത്തുമാറാകട്ടെ. നിങ്ങൾ നടന്നു പോകുന്ന പാതയിൽ, അതായത് നിങ്ങളുടെ ജീവിത പാതയിൽ, ചില തടസ്സങ്ങൾ, ചില ഞെരുക്കങ്ങൾ, ചില കഷ്ടങ്ങൾ. ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ കടന്നു പോവുക? ഇതുപോലെയൊരു ഞെരുക്കമുണ്ടായിരിക്കുന്നു. ഞാൻ കടന്നു പോകുന്ന കാര്യത്തിൽ, എൻ്റെ കുടുംബക്കാര്യത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ബിസിനസ് കാര്യത്തിൽ, ശുശ്രൂഷയുടെ കാര്യത്തിൽ, എൻ്റെ പഠിപ്പിൻ്റെ കാര്യത്തിൽ എന്നിങ്ങനെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ ചില ഞെരുക്കങ്ങളും ചില തടസ്സങ്ങളും, കടന്നു പോകാനാകാത്ത ചില പോരാട്ടങ്ങൾ. എന്തു ചെയ്യണമെന്ന് സ്തംഭിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണോ? ദൈവം നിങ്ങളോടൊരു വാക്കു പറയുന്നു. സദൃശവാക്യം 3-ാം അധ്യായം 23-ാം വാക്യം. നീ നിർഭയമായി വഴിയിൽ നടക്കും, നിന്റെ കാലിടറുകയില്ല. നീ ഭയപ്പെടുന്നത് പോലെയൊന്നും നടക്കില്ല. നീ ഭയപ്പെടാതെ വഴിയിൽ നടക്കും. ധൈര്യമായി നടക്ക്, ഭയപ്പെടാതെ നടക്ക്, ഞാനില്ലേ കൂടെ എന്ന് ദൈവം പറയുന്നു. നിന്റെ കാലിടറുകയില്ല, ഒരു ബാധിപ്പും ഉണ്ടാവില്ല. നീ കഷ്ടപ്പെടേണ്ടി വരില്ല, അതുകൊണ്ട് നീ ധൈര്യമായിരിക്കെ എന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. പോകുന്ന പാതയിൽ ഭയമുണ്ടാക്കുന്ന ഏതോ ഒരു കാര്യം, അതാണ് നിങ്ങളെ സ്തംഭിപ്പിക്കുന്നതും ഭീതിയുണ്ടാക്കുന്നതും മുന്നോട്ടു പോകാനാവാത്ത വിധം തടയുന്നതും. ദൈവം പറയുന്നു, നീ ഭയപ്പെടാതെ നിന്റെ വഴികളിൽ നടക്കും, കാലിടറുകയില്ല എന്ന് വാക്ക് തരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ദൈവം പറയുന്നത് എന്താണ്? നീ ഭയപ്പെടേണ്ട, നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമാകുന്ന ഞാൻ കൂടെ നടക്കും. ഞാൻ കൂടെയിരുന്ന് നിന്നെ നടത്തുന്നത് കൊണ്ട് നിന്റെ വഴിയിലെ പ്രശ്നങ്ങളെല്ലാം നീങ്ങും, തടസ്സങ്ങളെല്ലാം നീങ്ങും. അത് നിനക്ക് ബാധിപ്പുണ്ടാക്കുകയില്ല. നിന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യം മാറും എന്ന് ദൈവം പറയുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ജീവിതപാതയിൽ നിങ്ങളെ ഭയപ്പെടുത്തി വിരട്ടിക്കൊണ്ടിരിക്കുന്ന ചില ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ, വ്യാധികൾ, ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ എന്നിവ കാണുന്നുണ്ടല്ലേ? അവയെല്ലാം നീങ്ങും. ആ ഇടർച്ചയെ കർത്താവ് മാറ്റും. ദൈവം അത്ഭുതകരമായി നിങ്ങളെ നടത്താൻ പോകുന്നു. വിശ്വാസത്തോടെ എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ നടന്നു പോകുന്ന പാതയിൽ എന്നെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഇടർച്ചകളും യേശുവിന്റെ നാമത്തിൽ അകലട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് അത്ഭുതത്തെ കാണാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ